പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത് ഈ പള്ളിയിലാണ്. ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ജലധാരകളെക്കുറിച്ച് പഴയ നിയമത്തിൽ സുന്ദരമായ കുറിപ്പുകളുണ്ട്. രണ്ട് കരകളെയും പച്ചപ്പിലേക്ക് നയിക്കുന്ന സമൃദ്ധമായ ജലധാര. അകത്തെ പച്ചപ്പിനെ തൊട്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയുടെ മഴയിൽ സ്നാനമേറ്റിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. കൃപയുടെ പുഴയൊഴുക്കനുഭവം ഉള്ളിലേക്ക് ഞാൻ പേറുന്നതും. എന്നെ കേൾക്കുന്നവരോട് ആദ്യമേ പറയട്ടെ, മോട്ടിവേഷണൽ ടിപ്സുകളോ സൈക്കോളജിക്കൽ അവയർനെസ് ക്ലാസ്സുകളോ അല്ല എന്നെ സന്തോഷത്തിൽ ആനന്ദത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവുമായിട്ട് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ചില ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ഞാൻ നേടിയെടുക്കുന്നത് ഈ പള്ളിയിലെ ഏറ്റവും പ്രശാന്തമായ സമയങ്ങളിലെ ധ്യാനത്തിലൂടെയാണ്. ഉള്ളിലേക്ക് സ്വയം ഒന്ന് യാത്ര നടത്തി ദൈവം ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വെട്ടം കണ്ടെത്തലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ധ്യാനം. ഈ ധ്യാനമില്ലാതെ എനിക്ക് ഞാനായിരിക്കുവാൻ സാധിക്കില്ല. ഈ പള്ളിയുടെ പ്രശാന്തതയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം അകത്തേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. അകത്തേക്കുള്ളൊരു യാത്ര. ഈ യാത്ര വചനത്തിൻ്റെ പശ്ചാത്തലത്തിലാവുമ്പോൾ അതിന് അഴകാഴങ്ങൾ വന്നു ചേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കി തീർക്കുന്ന ഈ വചന ധ്യാനത്തിലൂടെ നിങ്ങളും ചരിച്ചിരുന്നെങ്കിൽ എന്നൊരു ആശ എനിക്ക്. എന്നെ ഒന്ന് കേൾക്കുക. ഒരുപക്ഷെ ഇത്തരമൊരു വചന ധ്യാനം നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, മോട്ടിവേഷണൽ ടോക്സോ സൈക്കോളജിക്കൽ അവയർനെസ് സെഷൻസോ വഴിയോരത്തെ വിളക്കുകൾ മാത്രം, ഒരുപക്ഷെ ആളിക്കത്തി കെട്ടുപോകാവുന്ന വിളക്കുകൾ. പക്ഷേ നടക്കേണ്ട വഴിയും എത്തിച്ചേരേണ്ട വീടും ദൈവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൽ ഒന്നു ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു ധ്യാനക്രമം എല്ലാ ദിവസവും പാലിക്കുകയാണെങ്കിൽ ജീവിതം അത്ഭുതകരമായി മാറും. അതെൻ്റെ അനുഭവമാണ്, എൻ്റെ ഉറപ്പുമാണ്. നിങ്ങൾ കുളിച്ച് ഈറനോടുകൂടി പള്ളിയിൽ വന്നിരിക്കുക. ഇനി പള്ളിയിൽ വന്നിരിക്കുവാൻ എല്ലാ ദിവസവും സൗകര്യമില്ലാത്തവർ ശുദ്ധിയുള്ളൊരിടത്തിരിക്കുക. ഇനി കിടപ്പ് രോഗികളായിരുന്നവർക്ക് കിടന്നുകൊണ്ട് പോലും ഇത്തരത്തിലൊരു ധ്യാനം നടത്തുവാൻ സാധിക്കും. ആദ്യമേ തന്നെ 139 സങ്കീർത്തനം പറയുന്നത് പോലെ ഞാൻ വിസ്മയകരമായി സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു ബോധത്തിലേക്ക് വരിക. വലിയ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് ഞാൻ. പൗലോസ് അപ്പോസ്തലന്റെ ഓർമ്മപ്പെടുത്തൽ എൻ്റെ ഉള്ളിൽ മുഴങ്ങണം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഒന്ന് സ്വസ്ഥമായി കണ്ണുകളടച്ച്, വലിയ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ഒരാൾ ഞാൻ, ദൈവത്തിൻ്റെ ആലയമായി ഒരുങ്ങപ്പെടേണ്ട ഒരാൾ ഞാൻ എന്ന ബോധത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. പിന്നീട് ശരീരത്തിൽ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ഓരോ അവയവങ്ങളിലേക്കും ഒരു സ്കാനിങ്, ഒരു മെൻ്റൽ സ്കാനിങ് നിങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങളെ തന്നെ തൊട്ടെടുക്കുന്നതാണ് യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത്. പുറത്തെ ഒച്ചകളല്ല, അകത്തെ മൗനമാണ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തിലേക്ക് വിളിച്ച് ഉണർത്തുക. അപ്പം ആ മൗനത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ആരംഭിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകളൊന്ന് അടക്കുക. നിങ്ങളുടെ ശിരസ് നിങ്ങളുടെ മനസ്സിലേക്ക് ധ്യാനപൂർവം കൊണ്ടുവരിക. എൻ്റെ മുടിനാരിഴ പോലും ദൈവം എന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം എൻ്റെ ശിരസ് അഭിഷേക തൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേചിക്കുന്നു. അവിടുത്തെ സ്പർശം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നന്മയും കരുണയും എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുമെന്ന് എനിക്കറിയാം. അവിടുത്തെ കരസ്പർശത്താൽ എൻ്റെ കുറവുകളെല്ലാം നിറവുകളായി മാറുകയാണ്. ഇനി എൻ്റെ മുഖത്തിലേക്ക് ഞാൻ എൻ്റെ ദൃഷ്ടികൾ പായിക്കുകയാണ്. ദൈവമേ, അങ്ങേ മുഖപ്രകാശം എൻ്റെ മുഖത്തങ്ങ് വീശണമേ. ഇതൊരു സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെയും പ്രാർത്ഥനയാണ്.
കാരണം ദൈവത്തിൻ്റെ മുഖപ്രകാശം എൻ്റെ മുഖത്ത് വന്നാൽ മാത്രമാണ് ദൈവികമായ ചൈതന്യം എനിക്കുണ്ടാവുകയുള്ളൂ. എൻ്റെ നെറ്റിത്തടങ്ങളിൽ അവിടുത്തെ നാമം ദൈവം തന്നെ കുറിച്ചു വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ ധരിക്കുന്ന നെറ്റിപ്പട്ടയിൽ ദൈവത്തിൻ്റെ നാമമുണ്ട്. അയാൾ ധരിക്കുന്ന തൊപ്പിയിൽ അഭിഷിക്തൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് ഞാനെന്നുള്ള ബോധം എന്നെ നയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ നാമം പേറുന്ന ഒരാളാണ് ഞാൻ, ദൈവത്തിൻ്റെ നാമം പേറുന്ന വിശുദ്ധമായ ആലയമാണ് ഞാൻ എന്ന് ഉരുവിട്ട് നിങ്ങളോട് തന്നെ പറയുക. ഇനി നിങ്ങളുടെ കണ്ണുകൾ, എൻ്റെ കണ്ണുകളിൽ മറ്റുള്ളവരെ വിധിക്കുന്ന തടിക്കഷ്ണങ്ങളുണ്ടാവാം. ആ തടിക്കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് ഞാനെടുത്ത് മാറ്റുകയാണ്. അതിന് പകരമായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധമായ വിരലുകൾ കൊണ്ട് എൻ്റെ കണ്ണുകളിൽ അഞ്ജനം എഴുതുന്നു. ഇപ്പോൾ കാണേണ്ടത് ഞാൻ കണ്ട് തുടങ്ങുന്നു. കാണാൻ പാടില്ലാത്തവ ഞാനിനി കാണേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരുണാർദ്രതയോടുകൂടി ലോകത്തെ നോക്കിക്കാണുവാൻ ഞാൻ പഠിച്ചെടുക്കുകയാണ്. ഇനി എൻ്റെ അധരങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. സങ്കീർത്തകൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയായി മാറുന്നുണ്ട്. ദൈവമേ, എൻ്റെ അധര കവാടങ്ങൾക്ക് കാവലേർപ്പെടുത്തണമേ. എൻ്റെ നാവ് ഒരുപക്ഷെ അഗ്നിയായിരിക്കാം, പക്ഷേ എൻ്റെ നാവിന് വിവേകത്തിൻ്റെ മുദ്രയും എൻ്റെ വായ്ക്ക് കാവൽക്കാരനുമുണ്ടെങ്കിൽ വാക്കുകൊണ്ട് വീഴുകയോ വീഴ്ത്തപ്പെടുകയോ ചെയ്യില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വായ്ക്ക് അങ്ങ് കാവലേർപ്പെടുത്തണമേ, എൻ്റെ നാവിന് വിവേകത്തിൻ്റെ മുദ്ര അങ്ങ് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ നാവിനെ ശരിയല്ലാത്ത ഭാഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. ഇനി എൻ്റെ മൂക്കിലേക്ക് ഞാൻ ശ്രദ്ധ കൊണ്ടുവരുന്നു. ദൈവമേ, അങ്ങയുടെ നിശ്വാസം അയച്ച് എൻ്റെ ജീവിതത്തെ അങ്ങ് പുതുക്കണമേ. അങ്ങയുടെ നിശ്വാസം അയച്ച് എന്നെ അങ്ങ് പുതുക്കിയെടുക്കണമേ. അസ്ഥിയുടെ താഴ്വാരത്തിലേക്ക് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്കിനി ജീവനുണ്ടാകുമോ? ദൈവം തന്നെ ഉത്തരം പറയുന്നു, ഈ അസ്ഥികൾക്കിനി ജീവനുണ്ടാകും. നിശ്വാസം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ സൈന്യവ്യൂഹം പോലെ അസ്ഥികൾ എഴുന്നേറ്റ് വരുന്നു. അവർക്ക് മാംസവും മജ്ജയും വരുന്നു, ചൈതന്യമുണ്ടാകുന്നു. ദൈവമേ, എൻ്റെ അസ്ഥികളെ അങ്ങ് ബലപ്പെടുത്തണമേ. അങ്ങയുടെ നിശ്വാസം അയച്ച് ഭൂമുഖത്തെ അങ്ങ് നവീകരിക്കണമേ. എന്നെ അങ്ങ് നവീകരിക്കണമേ. ഓരോ ശ്വാസത്തിലും ദൈവത്തിൻ്റെ നാമം നമ്മുടെ ഉള്ളിൽ മുഴങ്ങാൻ ഇടവരുത്തുക. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയട്ടെ. ഇനി കാതുകൾ. എഫാത്ത എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കാതുകളുടെ കെട്ടുകൾ അഴിഞ്ഞു. ഇവിടെ ഈ പള്ളിക്കകത്ത് ഈശോയുടെ സ്വരം മുഴങ്ങുന്നുണ്ട്, എഫാത്ത, തുറക്കപ്പെടട്ടെ. എൻ്റെ കർണപുടങ്ങളിലെ എല്ലാ അഴുക്കുകളും മാറിപ്പോകട്ടെ. ശരിയായത് കേൾക്കുന്നതിനു വേണ്ടി തടസ്സമായവയെല്ലാം മാറിപ്പോകട്ടെ. ഇനി ദൈവത്തിൻ്റെ സ്വരം എന്നിലേക്ക് ഒഴുകി വരട്ടെ. അവിടുന്ന് അവിടുത്തെ ഗാനം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കർണപുടങ്ങളെ തുറക്കുന്നു. അവിടുത്തെ വചനം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കർണപുടങ്ങൾ തുറക്കുന്നു. ധ്യാനത്തിൻ്റെ യാത്ര തുടരുകയാണ്. ഞാൻ എൻ്റെ കഴുത്ത് ഭാഗത്തേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നു. പഴയ നിയമ പ്രവാചകന്മാർ സ്റ്റിഫ് നെക്ക് അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദുശാഠ്യം നിമിത്തം കഴുത്തങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതിരിക്കുന്ന ആളുകളുടെ ഒരു ധാർഷ്ട്യത്തിൻ്റെ അവസ്ഥ. ദൈവമേ, എൻ്റെ കഴുത്തിൽ നിന്നും അഹങ്കാരത്തിൻ്റെ നുകങ്ങൾ അങ്ങെടുത്ത് മാറ്റണമേ. അനാവശ്യ ഭയങ്ങളുടെയും അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകളുടെയും സകല നുകങ്ങളും എൻ്റെ കഴുത്തിൽ നിന്നും അങ്ങെടുത്ത് മാറ്റണമേ. അങ്ങ്
എൻ്റെ കഴുത്തിൽ അങ്ങേ കഴുത്തുപട്ട അണിയിക്കണമേ. അതിൽ അങ്ങയുടെ വചനങ്ങൾ അങ്ങ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ തോളുകളിൽ അങ്ങയുടെ സ്പർശം ഞാൻ ഏറ്റുവാങ്ങുന്നു. ദാവീദ് ഭവനത്തിൻ്റെ താക്കോലുകൾ അങ്ങൻ്റെ തോളുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെ അങ്ങയുടെ സ്പർശത്താൽ വീണ്ടെടുക്കുകയാണ്. ഇനി എൻ്റെ കൈകൾ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ നീട്ടുകയാണ്. അങ്ങ് എൻ്റെ പേര് അങ്ങയുടെ കൈവെള്ളയിൽ കോറിവെച്ചിട്ടുണ്ട്. ദൈവമേ, ഇന്ന് ഞാൻ എൻ്റെ കൈവെള്ളയിൽ അങ്ങയുടെ പേര് കോറിവെക്കുകയാണ്. അങ്ങയുടെ വിരലുകൾ എന്നെ തൊട്ടപ്പോഴാണ് എനിക്ക് ജീവനുണ്ടായത്. അങ്ങയുടെ രൂപത്തിലും സാദൃശ്യത്തിലും ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങയുടെ വിരലുകൾ മാന്ത്രികത കാണിച്ചപ്പോഴാണ്. എൻ്റെ ദൈവമേ, എൻ്റെ വിരലുകളെ നീ ഒന്ന് തൊടുക. എൻ്റെ വിരൽത്തുമ്പുകളിൽ അങ്ങയുടെ ചൈതന്യം അങ്ങ് നിറച്ചു വെക്കുക. അങ്ങനെ വരുമ്പോൾ ഞാൻ തൊടുന്നിടത്തും അങ്ങയുടെ അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് എൻ്റെ വഴികളിലൂടെ നടക്കുവാനാണ് താല്പര്യം. അങ്ങിപ്പോൾ എന്നെ കൈപിടിച്ച് അങ്ങിലേക്ക് നടത്തുക. അങ്ങിൽ നിന്ന് തുടങ്ങി അങ്ങിലൂടെ ചരിച്ച് അങ്ങിലെത്തിച്ചേരുവാനാണ് എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥന അങ്ങ് കേൾക്കുമെന്ന ഉറപ്പോടുകൂടി ഞാൻ എൻ്റെ ഉള്ളിലേക്കുള്ള ഈ യാത്ര തുടരുകയാണ്. ഞാൻ എൻ്റെ ഹൃദയഭാഗത്തേക്ക് ഇപ്പോൾ എൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നു. എൻ്റെ ശിലാഹൃദയം മാറ്റി മൃദുഹൃദയം അങ്ങ് കൊണ്ടുവരിക. ശിലാഹൃദയത്തിൽ മൃദുഹൃദയം വന്നു കഴിയുമ്പോൾ അങ്ങയുടെ വചനങ്ങൾ അവിടെ രേഖപ്പെടുത്തപ്പെടും. അങ്ങ് എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അസ്ഥികളാൽ നിവർന്നു നിൽക്കുവാൻ അനുവദിക്കുന്നത് പോലെ അങ്ങയുടെ കൃപയുടെ വഴികളിൽ എന്നും നടക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. അത് എൻ്റെ പ്രാർത്ഥനയാണ്. വീണ്ടും അങ്ങയോടൊപ്പം ഞാൻ ചരിക്കുകയാണ്. എൻ്റെ ഉദരപേശികൾക്ക് അങ്ങ് ബലം തരണമേ. യോബിൻ്റെ പ്രാർത്ഥന അതായിരുന്നു. ഉദരപേശികൾക്ക് നീർക്കുതിരയുടെ ബലം തരണം. എൻ്റെ കാലുകൾ ഓടിൻ്റെ ശക്തി കൈവരിക്കണം. ഇനി നിവർന്നു നിൽക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ മുട്ടുകളെ അങ്ങ് ബലപ്പെടുത്തണം. എൻ്റെ മുട്ടുകൾ അങ്ങയുടെ മുമ്പിൽ മാത്രം കുനിയപ്പെടട്ടെ. ദുർബലമായ കരങ്ങളെയും ദുർബലമായിട്ടുള്ള മുട്ടുകളെയും അങ്ങ് ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ അങ്ങയുടെ സത്യവും നീതിയും കൊണ്ട് അര മുറുക്കിക്കഴിയുമ്പോൾ എനിക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കും. അങ്ങനെ ഉയർന്ന പാറമേൽ നിർത്തും. ഞാൻ പിന്നെ ആത്മവിശ്വാസം കൈവിടുകയില്ല. ആത്മധൈര്യത്തോടു കൂടി ആയിരങ്ങളും പതിനായിരങ്ങളും എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ രക്ഷാഗീതം പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഇനി മെല്ലെ നമുക്ക് നമ്മുടെ പാദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ദൈവത്തിൻ്റെ വചനം പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ്. വചനം വ്യാഖ്യാനിക്കുന്നവരുടെ പ്രസംഗിക്കുന്നവരുടെ പാദങ്ങളിൽ എപ്പോഴും വെട്ടമുണ്ട്. ദൈവമേ, എൻ്റെ പാദങ്ങൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഉണർന്നിരിക്കുന്ന ദൈവമാണ്. എൻ്റെ കാല് വഴുതാൻ അങ്ങ് അനുവദിക്കുകയില്ല. മാൻപേടയുടെ കരുത്ത് അങ്ങ് എൻ്റെ കാലുകൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ അസ്ഥികളെ അങ്ങ് കരുത്തുറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. ദൈവമേ, ഇന്ന് മദർ തെരേസയെ പോലെ ഞാൻ ചെന്ന് ചേരേണ്ട ഇടങ്ങളിലൊക്കെ ചെന്ന് ചേരുവാനായിട്ട് എൻ്റെ കാലുകളെ ശക്തിപ്പെടുത്തുക. ഞാൻ നടക്കേണ്ട വഴികളിലൊക്കെ നടക്കുന്നതിന് വേണ്ടി എൻ്റെ പാദങ്ങളെ അങ്ങ് സംരക്ഷിക്കുക. വഴിയോരങ്ങളിൽ മാലാഖമാരെ കാത്തു നിർത്തുന്ന അങ്ങ് എനിക്ക് വേണ്ടിയും മാലാഖമാരെ ഒരുക്കി നിർത്തുക. എൻ്റെ പാദങ്ങളിൽ അങ്ങ് പ്രകാശം നിറക്കുക. എൻ്റെ കാല് വഴുതുവാൻ അങ്ങ് ഇടവരുത്താതിരിക്കുക. അങ്ങനെ അങ്ങയുടെ കൈപിടിച്ച് അങ്ങ് കാട്ടിത്തരുന്ന വഴികളിലൂടെ
ഞാനും നടക്കും. മദർ തെരേസയുടെ അമ്മ മദർ തെരേസയോട് പറഞ്ഞത് അതാണ്. അവൻ്റെ കൈപിടിച്ച് അവൻ പറയുന്ന വഴികളിലൂടെ നടക്കുക. ആ വഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ എത്തിച്ചേരേണ്ടിടത്ത് ഞാൻ എത്തിച്ചേരുകയാണ്. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ അങ്ങയുടെ കൃപയുടെ മഴപ്പെയ്ത്തിൽ അലിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അങ്ങ് എന്നോട് പറയുന്നു, നിനക്കെൻ്റെ കൃപ മതി. ഞാൻ പറയുന്നു, എനിക്ക് കഴിവുകേടുകൾ, കുറവുകൾ ധാരാളം. പക്ഷേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം എല്ലാം സാധ്യമാകും. ഈ വരികൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ആവർത്തിക്കുക. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം എല്ലാം സാധ്യമാകും. ഇന്ന് ഞാൻ നേരിടേണ്ട ബുദ്ധിമുട്ടുകൾ, ഞാൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകൾ, ഞാൻ ഉത്തരം നൽകേണ്ടി വരുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാകും. ഇന്നത്തെ ദിവസം ഞാൻ ആരംഭിക്കുമ്പോൾ എൻ്റെ കുറവുകൾ അതും ഓർക്കാം. കുറവുകളെ മറച്ചു പിടിച്ചുകൊണ്ട് നിറവിലേക്ക് സഞ്ചരിക്കാൻ ആർക്കും പറ്റില്ല. എൻ്റെ കുറവുകൾ ഞാൻ ഓർക്കുന്നു. ദൈവമേ, എൻ്റെ ബാധ്യതകളും സാധ്യതകളും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ കുറവുകൾ എനിക്കറിയാം, ഇതൊക്കെയാണ് ബാധ്യതകൾ, ഇതൊക്കെയാണ്. പക്ഷേ ഈ കുറവുകളിൽ നിന്നും യാത്ര നടത്തുന്നയാൾ നിറവിലേക്കാണ് യാത്ര നടത്തുക. ഇന്ന് കുറവിൽ നിന്നും നിറവിലേക്ക് യാത്ര നടത്താൻ എന്നെ സഹായിക്കണമേ. എൻ്റെ നല്ല ഇടയനായ അങ്ങ് കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാം ഓക്കെയാണ്. കർത്താവ് കൂടെയുള്ളപ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ ഊന്നുപടിയും ദണ്ഡും എനിക്ക് ധൈര്യം നൽകുന്നു. അവിടുന്ന് അവിടുത്തെ കരുണയും അവിടുത്തെ വിശ്വസ്തതയും കൊണ്ട് എന്നെ നയിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. ഇന്നത്തെ ദിവസം ഞാൻ കർത്താവിൻ്റെ സങ്കീർത്തനം പോലെയായി മാറും. പ്രിയപ്പെട്ടവരെ, ഇനി അല്പനേരം വീണ്ടും ശാന്തതയോടുകൂടി കർത്താവിന് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടങ്ങ് സമർപ്പിക്കുക. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുക. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നിങ്ങളുടെ ശിരസ് മുതൽ പാദങ്ങൾ വരെ ക്രിസ്തുവിൻ്റെ ചൈതന്യം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക. കർത്താവ് നിങ്ങളെ അടിമുടി തൊടുന്നു, സുഖപ്പെടുത്തുന്നു, കരുത്തു പകരുന്നു. നിങ്ങൾ കർത്താവിൻ്റെ ചൈതന്യവാഹികളായി മാറുന്നു. കൃപയുടെ മഴപ്പെയ്ത്ത് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പുതിയ സ്നാനമേറ്റ് നിങ്ങൾ പുതിയ സൃഷ്ടികളായി മാറുന്നത് അങ്ങനെയാണ്. ആ സ്നാനമേറ്റ് കഴിയുമ്പോൾ നമ്മളും പറയും, ഞാനിപ്പോൾ കർത്താവിൽ പുതിയ സൃഷ്ടിയാണ്. രാത്രി കടന്നുപോയി, പകലെത്തിയിരിക്കുന്നു. പ്രകാശത്തിനനുസൃതമായി ഞാനിനി മുന്നോട്ട് പോകണം. ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും സുന്ദരമായിരിക്കും. എൻ്റെ ഭാരങ്ങളെല്ലാം കരുതലുള്ള കർത്താവിൻ്റെ കൈകളിൽ ഞാൻ ഇറക്കി വയ്ക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറയുന്നു, കാസ്റ്റ് യുവർ ബർഡൻ അൺടു ജീസസ്, ഹി കെയർസ് ഫോർ യു. കർത്താവ് കരുതലുള്ള ആളാണ്, കരുണയുള്ള ആളാണ്. കർത്താവിൻ്റെ കൈപിടിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ വാതിൽ തുറന്ന് ഞാൻ ഈ പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. നല്ല ദൈവത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തെ, ഇത്തരത്തിൽ നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുഞ്ചിരി വീണ്ടും സമ്മാനിക്കുന്നതും കരുത്ത് വീണ്ടും സമ്മാനിക്കുന്നതും കൃപ നിറഞ്ഞ ഈ ധ്യാന രീതികളാണ്. എൻ്റെ പ്രസംഗങ്ങളോ പാട്ടുകളോ എഴുത്തുകളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടോക്കുകളോ അല്ല ആത്യന്തികമായിട്ട് എന്നെ നയിക്കുന്നത്. കൃപ നിറഞ്ഞ മൗനത്തിൻ്റെ ഇടങ്ങളിൽ തമ്പുരാൻ തരുന്ന കരുത്താണ് എന്നെ നയിക്കുന്നത്. ആ കരുത്തെനിക്ക് പകർന്നു തരുന്നത് ഈ വചനത്തിൻ്റെ ശരീരത്തിൻ്റെ ധ്യാനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങളും അത്ഭുതകരമായി മാറിയേക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ വിസ്മയനീയമായ ഒരു അത്ഭുതമായി മാറിയേക്കാം.
നല്ല യാത്ര നേരുന്നു.